ഹലോ ഗൈസ്, ഒരുങ്ങി എങ്ങോട്ടാണെന്നല്ലേ? റീമി ടോമിയുടെ ഗാനമേള ഞങ്ങളുടെ സ്വന്തം ഫോറമാളിൽ കാണാൻ പോവാണ്. ഒരു സ്കേർട്ടും ടോപ്പുമാണ് ഇട്ടേക്കുന്നത്. ഉണ്ണിച്ചേട്ടൻ ഇവിടെ നാടൻ സ്റ്റൈലിൽ ഒരുങ്ങി നിൽപ്പുണ്ട്. ബ്ലാക്ക് ഷർട്ട് ആൻഡ് വൈറ്റ് മോണ്ട്, ഭയങ്കര സ്റ്റൈലായിട്ട് പോകാൻ നിൽക്കുവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. മാളിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും ഇവിടെ വെച്ച് കണ്ടു. സിബിലി ചേച്ചി, ജീന, ഷെറിൻ, റെൻസി ചേച്ചി, പിന്നെ ദിവ്യയും ഹസ്ബൻഡും കുട്ടികളും ഉണ്ടായിരുന്നു. എല്ലാവരെയും അവിടെ വെച്ച് കണ്ടു. നമ്മൾ ഡയമണ്ടിൻ്റെ ടിക്കറ്റായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. സോ 5 സ്റ്റാർസിൻ്റെ വക സ്പെഷ്യൽ ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. 1 ബോട്ടിൽ വാട്ടർ, ഒരു കിറ്റ് കാറ്റ്, പിന്നെ 2 പെൻ. ഇതെല്ലാം അവർ നമ്മളുടെ ചെയറിൽ തന്നെ നമ്മൾ ചെന്നിരിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പ്രോഗ്രാം കാണാൻ തുടങ്ങി. നമ്മളെല്ലാവരും കാത്തിരുന്ന റിമിയുടെ എൻട്രി ആയിരുന്നു. അത് വേറൊരു ലെവൽ തന്നെയായിരുന്നു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞനുജന്മാർക്കും നമസ്കാരം. റിമിയാണെങ്കിൽ ഫാസ്റ്റ് നമ്പറും വളരെ മെലഡിയസ് ആയുള്ള സോങ്ങും എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായി പാടി നമ്മളെ ഓഡിയൻസിനെ എല്ലാവരെയും കയ്യിലെടുത്തു. ഭയങ്കര കോമഡി, നല്ല രസമായിരുന്നു. ഓഡിയൻസിനെ നന്നായിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു റിമി പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോയത്. കഴിഞ്ഞപ്പോഴായിരുന്നു കൗശിക്കിൻ്റെ എൻട്രി. എൻ്റെ പൊന്നെ, മാഗ്നിഫൈങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് ചെറുക്കനങ്ങ് തൂത്തുവായി. പിന്നെ ഒന്നും പറയാനില്ല, നമ്മളെല്ലാവരും ഇറങ്ങി തകർത്ത് വാരി. ഇത് ആശ, ഞങ്ങൾ നേഴ്സിംഗ് എടുത്തതാണ്. ആൾ വന്നിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം കാണാൻ. ഞങ്ങളെല്ലാവരും കൂടി അടിച്ചു പൊളിച്ചു, വേറെ ലെവലായിരുന്നു. ഉണ്ണിയേട്ടനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വേർത്ത് കുളിച്ച് ബാക്കിലെവിടെയായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്തെത്തി. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് കൗശിക്കുമായിട്ടൊരു ഫോട്ടോ എടുക്കാൻ സാധിച്ചു. പിന്നെ ലിനിച്ചേട്ടൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ സാധിച്ചു. ഒരുപാട് ഹാപ്പിയായി.
കുട്ടനാട് ടേസ്റ്റിൻ്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു, ഫുഡ് സ്റ്റോൾ ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി, കപ്പ ബിരിയാണി, പിന്നെ സ്നാക്സ്, അതിൻ്റെ അകത്ത് ഉഴുന്നുവട, ഉള്ളിവട, ബോണ്ട, പഴംപൊരി എല്ലാം ഉണ്ടായിരുന്നു. നമ്മളവിടുന്ന് സ്നാക്സ് കഴിച്ചു. പിന്നെ ഫുഡ് വാങ്ങിയിട്ടാണ് പോകുന്നത്. ചേട്ടന്മാരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല ഫുഡായിരുന്നു. നമ്മളത് റിയലി എൻജോയ് ചെയ്തു. പിന്നെ പ്രവാസി കളക്ഷൻസ്, അവരുടെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ. ഞാൻ അവിടെ നിന്നൊരു സാരിയും വാങ്ങിയിട്ടാണ് പോകുന്നത്. പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങി എല്ലാവരും പോവാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. നമ്മളപ്പോൾ പുറത്തോട്ടിറങ്ങി പോവുകയാണ്. ഉണ്ണിച്ചേട്ടനാണെങ്കിൽ അവിടെ ആരെയോ തപ്പി നടക്കുക, ഏതൊരു ചേട്ടൻ്റെ അടുത്ത് ബൈ ബൈ പറഞ്ഞിട്ട് പോരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾ ജിനോ ചേട്ടനെ കാണുന്നത്. ജിനോ ചേട്ടൻ ഹൈടെക് ഓട്ടോക്കറ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഉണ്ണിയേട്ടൻ വണ്ടി വാങ്ങിച്ചത്. ജിനോ ചേട്ടൻ നല്ല കിടുക്കാച്ചി ഒരു വണ്ടിയിലാണ് വന്നത്. അമ്പോ, ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയപ്പോഴത്തേനും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ മുഴുവൻ നോക്കി. അതിൻ്റെ അകത്തുനിന്ന് വെടിയാണോ പുകയാണോ എന്തൊക്കെയാണോ വന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇതേ ഞാൻ പറഞ്ഞില്ലായിരുന്നു, അവിടെ പ്രവാസി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ബ്യൂട്ടിഫുൾ സാരി വാങ്ങിച്ചു. വിത്ത് സ്റ്റിച്ച്ഡ് ബ്ലൗസാണ്. അവർ 32 പൗണ്ട്സ്. ഓക്കെ, ഇതിട്ട് ഉടുത്തു കഴിഞ്ഞ് ഞാൻ വേറൊരു വീഡിയോ ഇടാവേ. അങ്ങനെ വന്നു ഗായ്സ്, മടുത്ത്. ഞാൻ കുട്ടനാട് ടേസ്റ്റിൻ്റെ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. കപ്പ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും കഴിക്കാൻ പോവുകയാണ്. മടുത്തിരിക്കുവാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പ്രീമിയോ ടോമിയുടെ ഷോയുടെ വിശേഷങ്ങൾ. അപ്പോൾ പിന്നെ കാണാം. പോവാണേ. ബൈ ബൈ.